ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ടുള്ളത്. നമ്മൾ ഫ്രഷായി ഗണപതി ക്ഷേത്രത്തിലൊക്കെ തൊഴുത് ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ആമിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ പോകുന്നത്. ആമിയെ എഴുതിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ത്രില്ലിൽ പോവുകയാണ്. ഇതാ നമ്മൾ അമ്പലത്തിൽ കൊടുക്കാനുള്ള പൂവൊക്കെ വാങ്ങി ലൈനിൽ നിൽക്കുകയാണ് കേട്ടോ. അവിടെ നേരം നട അടച്ചേക്കായിരുന്നു. അങ്ങനെ അതിലേക്ക് കയറാനുള്ള വ്യക്തിയിലായിരുന്നു. അത് അമ്മയുടെ കയ്യിൽ കേൾക്കാൻ ചെയ്തിരുന്ന ഭാഗ്യത്തിന് അടച്ചു. അങ്ങനെ നമ്മളാണെങ്കിൽ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് ആമീനെ എഴുത്തിനെടുത്താനുള്ള രസീതൊക്കെ എടുത്ത് അവിടെ വേറെ 2 മക്കളെയും കൂടെ എഴുത്തിനെടുത്തിട്ടുണ്ടായിരുന്നു. അവരെ കൂടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ അവർ വന്ന് നമ്മൾ എഴുതാനിരുന്നിട്ടുണ്ട് കേട്ടോ. സരസ്വതി മണ്ഡപത്തിലാണ് ഇരിക്കുന്നത്. ആൺകുട്ടിയാണെങ്കിൽ കിട്ടിയ പാടെ ആരും ആരാ നോക്കുന്നുണ്ട്. അമ്മ ഏതാണ്ട് ഇവിടെ മുതൽ തന്നെ വഴക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എഴുതാൻ ഭയങ്കര മടിയായിരുന്നു. അത് ഭയങ്കര ഹാപ്പിയായിരുന്നു. എഴുതാൻ പറഞ്ഞിട്ട് പോവുകയൊക്കെ ആയിരുന്നു ആള്. പക്ഷെ എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് ആകെ വെയിലുണ്ടായി. അങ്ങനെ ഒരു വിധത്തിൽ ഒപ്പിച്ച്. ആമി മാത്രമല്ലായിരുന്നു കേട്ടോ, നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന 3 മക്കൾ എഴുതാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ 3 ആൾ എഴുതാന്നുള്ള ഭയങ്കര ത്രില്ലിലൊക്കെയാണ് പോയത്. പക്ഷെ എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് 3 പേരും ആകെ എഴുതില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നാവിൽ നമ്മൾ സ്വർണം വെച്ച് എഴുതി കൊടുക്കുമല്ലോ, അതിന് മറ്റു 2 ആൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാമൻ്റെ മോനാണെങ്കിൽ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എഴുതാൻ തന്നെ സമ്മതിച്ചിട്ടില്ല. അവനാണെങ്കിൽ ഭയങ്കര വഴക്കായിരുന്നു. അവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എഴുത്തെടുത്തതിൻ്റെ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രസാദമൊക്കെ വാങ്ങി ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ പിന്നാണെന്നുണ്ടെങ്കിൽ അന്നദാനം കഴിക്കാൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ കരുതിയിട്ടുണ്ട്. അങ്ങനെ ഈ പോകുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അവിടെ അന്നദാന കൗണ്ടറുണ്ട്. അങ്ങനെ അവിടെയൊക്കെ പോവാം. അവിടെ കുറച്ച് നടക്കാനുണ്ട്. അമ്പലത്തിൻ്റെ അവിടുന്ന് ഉള്ളിലോട്ട് കുറച്ച് കയറാനുണ്ട്. അങ്ങനെ ഏകദേശം ഉള്ളിൽ എത്തിയിട്ടുണ്ട് നടന്ന്. ഇവിടെ ഉണ്ടായിരുന്നത് എന്തോ ഒരു കറി കേട്ടോ, ഒരു രസം മാതിരി ഒരു കറി. എന്താണെന്നൊന്നും അറിയില്ല, കുഴപ്പമില്ല.
അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കഴിച്ചൊക്കെ ഇറങ്ങി നമ്മൾ വീണ്ടും റൂമിലോട്ട് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിക്കഴിഞ്ഞ് ഒരു മണിക്കൂറോളം റെസ്റ്റൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടുത്തൊരു മൂടഴി എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ കുറേ കല്ലുകൾ ഉണ്ട്. അത് കല്ലിൽ ഏതോ ഒരു കല്ലിൽ ദേവീൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഒരു 3 ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോന്നിട്ടില്ല, കുറച്ച് പേര് 3 ഓട്ടോയ്ക്കുള്ളാവുന്ന പേരാണെന്ന് തോന്നുന്നു. 3-4 ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു കാവ് പോലാണ് കേട്ടോ. വലിയ പൂജയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ വിളക്കത്തീരും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അവിടെ. നമ്മളാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓട്ടോ കിട്ടാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും തൊഴുതിറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൊഴുതു, കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്ത് നമ്മളും പതിയെ അവിടുന്ന് പോന്നു. അവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല കാമാൻ ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല തണുപ്പും നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷം. അങ്ങനെ നമ്മൾ തിരിഞ്ഞ് വീണ്ടും നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് പിന്നെ ഒന്ന് ഫ്രഷപ്പായിട്ട് സന്ധ്യയ്ക്ക് ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ട് വീണ്ടും അമ്പലത്തിൽ പോയി. അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ള അന്നത്തെ ദിവസം.